കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമ്മ, ഒന്നും അറിയാത്ത എന്റെ ഏട്ടനെ ഞാൻ കുറ്റപ്പെടുത്തി. ആരും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ കൂടെ നിൽക്കുന്ന അദ്ദേഹം വിശ്വസിച്ചു. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. ഈ ധർമ്മസങ്കടം ഞാൻ ആരോട് പറയാനാ? അമ്മയ്ക്ക് സത്യം അറിയില്ലേ? ഇതല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ ഏട്ടൻ എന്നെ ചതിക്കൂന്ന് ഒരു നേരിയ സംശയം പോലും എനിക്കില്ല. എന്നിട്ടും എന്റെ ഏട്ടന്റെ മുമ്പിൽ ഞാൻ അഭിനയിച്ചു. ഏട്ടൻ പറഞ്ഞതൊന്നും കേൾക്കാൻ പോലും ഞാൻ തയ്യാറായില്ല. അതെന്റെ ഏട്ടനെ തകർത്തു കാണും, എനിക്കറിയാം. കണ്ടില്ലേ, അവള് പണിയിറങ്ങി പോയത് കണ്ടില്ലേ? അവരാതിയുടെ ഐശ്വര്യവും സന്തോഷവും പണിയിറങ്ങി പോയത് നീ കണ്ടില്ലേ? മൂകാംബികയിൽ തൊഴുത് പുരജാതിരിയിൽ കയറി ആ പുണ്യം കൊണ്ട് താലി കെട്ടിയതാ എന്റെ മോൻ. എല്ലാത്തിലും നീയല്ലേ കണ്ട സാക്ഷി. എന്നിട്ടും നീ എന്തേ അവളെ ഇറങ്ങിയപ്പോ മിണ്ടാതിരുന്നത്? എന്റെ നെറുകയിലെ സിന്ദൂരം എന്നും നിലനിൽക്കാൻ എനിക്കിപ്പോ ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ രാമന്റെ ജീവിതത്തിൽ നിന്ന് ഈ സീത ഇപ്പൊ പടിയിറങ്ങിയേ പറ്റുള്ളൂ. എന്റെ മോൻ വീണ്ടും ഒറ്റയ്ക്കായി. മായാജാലങ്ങളുടെ രാജാവല്ലേ കണ്ണാ നീയ. എന്നിട്ടും അവനെ വിശ്വസിക്കാൻ അവിടെ മനസ്സിലെന്താ നീ തോന്നിപ്പിക്കാത്തത്? വിഘ്നേഷിന്റെ മനസ്സിലെ കലിയടങ്ങാൻ പ്രാർത്ഥിക്കുക ഞാനിപ്പോ. എന്റെ ഏട്ടനോടുള്ള സ്നേഹം എന്റെ ആത്മാവിന്റെ ഓരോ പരമാണുവിലും ഉണ്ട്. പക്ഷെ ഇപ്പോ അകലാന വിധി. ഇല്ല, തീർന്നു. ഇനി നീ ഞാൻ തമ്മിൽ ഒരു ബന്ധവുമില്ല. എനിക്കിനി ഈ ജീവൻ പേടിക്കാൻ മതി. ഞാൻ നിന്നെ അന്ധമായി വിശ്വസിച്ചു. എന്നിട്ടും നീ എന്നെ രക്ഷിച്ചില്ലല്ലോ കണ്ണ. ഈ വീട് രക്ഷിച്ചില്ലല്ലോ. നിനക്കിനി ഈ ജീവൻ ഞാൻ കൊടുത്തില്ല. എങ്ങനെ ഇതിനൊരു പരിഹാരം കാണുമെന്ന് അമ്മ തന്നെ എനിക്കൊന്ന് പറഞ്ഞതാ. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കില്ല. പാവം എന്റെ ഹിറ്റ്ലർ. എന്റെ ഏട്ടന് എന്നെ ഒരിക്കലും വെറുക്കാൻ കഴിയില്ല. ആ വിഘ്നേഷ അമരാവതി നശിപ്പിക്കും. എന്റെ അച്ഛനെ കൊല്ലും, എല്ലാരെയും കൊല്ലും. അതൊന്നും താങ്ങാൻ എനിക്ക് വയ്യ അമ്മ. ഞാനിത് ആരോടെങ്കിലും പറഞ്ഞ അയാൾ എന്റെ ഏട്ടന്റെ ജീവനെടുക്കും. ഒരു പരീക്ഷണത്തിന്റെ തീക്കടൽ കടക്കാൻ അമ്മയെ മോക്ക് വഴി കാണിക്കണേ. നിന്റെ മുന്നിൽ ഞാൻ കൊളുത്തിയ ദീപം ഈ നിമിഷം ഞാൻ അടയ്ക്കാൻ പോകുക. വേണ്ടമ്മേ, ഈ വിളക്ക് എന്നും ഇവിടെ തെളിയണം. എന്തിന്? വേണ്ട. എന്റെ കുട്ടിയുടെ ജീവിതം തകർത്തിട്ട് നോക്കി നിന്നല്ലേ കണ്ണൻ. അങ്ങനെ പറയല്ലേ അമ്മ. പിന്നെ
ജ്യോതി ഇറങ്ങിപ്പോയത് മറ്റെന്തോ ഒരു വിധിയാന്ന് കരുതിയാ മതി. സംഭവിക്കുന്നതെല്ലാം നല്ലതിനെന്നല്ലേ കണ്ണൻ തന്നെ പറഞ്ഞിട്ടുള്ളത് അമ്മ. ജ്യോതി ഇറങ്ങിപ്പോയതും എന്തെങ്കിലും നല്ലതിനാണെന്ന് നമുക്ക് കരുതാം. എന്റെ പോലെ കരയിപ്പിച്ച് ഇറങ്ങിപ്പോയ അനുഗ്രഹമൊന്നും എനിക്ക് വേണ്ട. നമുക്കെല്ലാവർക്കും അവരുടെ വിശ്വാസമാ, പക്ഷെ അവക്ക് മാത്രം വിശ്വാസമില്ല. അതിനുള്ള മറുപടി ഈ കണ്ണൻ പറയട്ടെ. രാധാവിരഹം കണ്ണന് ജീവിതാന്ത്യം വരെ സഹിക്കേണ്ടി വന്നില്ലേ അമ്മേ? അതിനേക്കാൾ വലുതാണോ നമ്മുടെ ഈ ദുഃഖം? ജ്യോതി ഇവിടേക്ക് കൊണ്ടുവന്നത് അമ്മയുടെ ഈ കണ്ണനാണെന്ന് അമ്മ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇതിനും കണ്ണൻ തന്നെ ഒരു തീരുമാനം എടുക്കട്ടെ. അമ്മേ, ഞങ്ങൾ നാളെ ജ്യോതിയെ കാണാൻ പോകുന്നുണ്ട്. ഞങ്ങൾ അവിടെ ചെന്ന് അവളുടെ കാല് പിടിച്ച് തിരിച്ചു വരാൻ പറയാനൊന്നും പോകുന്നില്ല. പക്ഷേ ഞങ്ങളുടെ നിലപാട് എന്താണെന്ന് ജ്യോതിയെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും. അവൾ ഇറങ്ങിപ്പോയതിന്റെ പേരിൽ ഈ കുടുംബത്തിനുണ്ടായ നാണക്കേടിന്റെ ഉത്തരവാദിത്വം അവൾക്ക് മാത്രമാണെന്ന് അവളുടെ മുഖത്ത് നോക്കി പറയും. അവള് തിരിച്ചു വരണമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ മോനെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് തിരിച്ചു വന്നാ മതിയെന്ന് അവളോട് പറഞ്ഞേക്ക്. മൈലിറ്റിൽ കണ്ട സോറി. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് നിന്റെ മുന്നിലെ ദീപം കടത്തിക്കളയാൻ നോക്കിയ മഹാപാപിയാ ഞാൻ. സോറി കണ്ണ. അവരാവതിയുടെ വിധി എന്തായാലും അത് നീ തന്നെ തീരുമാനിച്ചാൽ മതി. എന്റെ കണ്ണ കൃഷ്ണ. ഹലോ. ഏട്ടാ, ഞാനാ. മനസ്സിലായി. എന്തിനാ വിളിച്ചത്? ഏട്ടാ, അത് ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ഞങ്ങക്ക് വിശ്വാസമാ. അതുകൊണ്ട് ഏട്ടനെ ആരോ ചതിച്ചതാണെന്ന് ഞങ്ങൾക്കറിയാം. നിനക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? ഏട്ടാ, ചേച്ചി ചെയ്തത് തെറ്റാ. ഞങ്ങൾ നാളെ തന്നെ ചേച്ചി പോയി കാണുന്നുണ്ട്. എന്തിന്? എനിക്ക് വേണ്ടി ആരും ഇനി അവളോട് സംസാരിക്കണ്ട. ഏട്ടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഹലോ. നമ്മുടെ മോളെന്താ നിന്നോട് പറഞ്ഞത്? എന്തിനാ അവളിങ്ങനെ ചെയ്തതെന്ന് നിന്നോട് പറഞ്ഞോ? എന്ത് കാര്യമുണ്ടെങ്കിലും അവൾ നിന്നോടല്ലേ വന്ന് പറയുന്നത്? ഭർത്താവിന്റെ തെറ്റ് ക്ഷമിച്ചില്ലെങ്കിലും അവൻ പറയുന്നത് കേൾക്കാൻ ഭാര്യയ്ക്ക് ബാധ്യതയില്ലേ? നമ്മുടെ മോള് അതുപോലും ചെയ്തില്ല. അവളെ ഒരുപാട് സ്നേഹം നൽകിയ ഒരു അമ്മയും കുടുംബത്തെ ഉപേക്ഷിച്ചിട്ടാ
ഞാനിപ്പോൾ വന്നിരിക്കുന്നു. മരിച്ചുപോയ നിനക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. സ്വപ്നത്തിലെങ്കിലും ഈ ചെയ്ത് തെറ്റാണെന്ന് നീ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എത്രയും പെട്ടെന്ന് ഭർത്താവിൻ്റെ അരികിലേക്ക് പറഞ്ഞു വിടണം. നമ്മുടെ മരുമൻ ഒരു പാവ, നല്ലവനാ. അമ്മായിയച്ഛനായിട്ടല്ല, അതിനേക്കാൾ വലിയ സ്നേഹവും സ്ഥാനവുമാണ് അവൻ എനിക്ക് തന്നിട്ടുള്ളത്. നമ്മുടെ മകളെ അവന് ജീവനാ. അവര് തമ്മിൽ പിരിയാൻ പാടില്ല. സുധേട്ടാ, ഇതിങ്ങനെ വിട്ടാ പറ്റത്തില്ല. പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. ഡികെയും ജ്യോതിയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ചേ പറ്റൂ. അവളുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊടുക്കരുത്. അവള് പറഞ്ഞതൊക്കെ നീയും കേട്ടതല്ലേ? അമ്പിനും വില്ലിനും അടുക്കാത്ത സ്വഭാവത്തിലല്ലേ അവള് പെരുമാറുന്നത്? ആയിക്കോട്ടെ, ഇന്നത്തെ രാത്രി ഇങ്ങനെ കഴിഞ്ഞോട്ടെ. നാളെ സംസാരിച്ചാ മതി. അമരാവതിയിലെ ബന്ധുക്കളെന്ന് പറയാൻ നമുക്ക് എന്തൊരു അന്തസ്സായിരുന്നു. ഈ നാട്ടിൽ പോലും നിങ്ങൾക്ക് കുറച്ച് നിലയും വിലയും വന്നതും നാട്ടുകാർ നിങ്ങളെ കുറച്ചെങ്കിലും ബഹുമാനിക്കാൻ തുടങ്ങിയതും അവൻ നമ്മുടെ മരുമകനായി വന്നതിന് ശേഷോ? അതുമാത്രോ, നമ്മുടെ കുടുംബം ഈ നിലയിലേക്ക് എത്തിച്ചത് അവനല്ലേ? അവനെ ഉപേക്ഷിക്കാനുള്ള അവളുടെ തീരുമാനം ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കരുത്. ഞാൻ ഈ പറയുന്നല്ലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എന്നിട്ടെന്താ ഒന്നും മിണ്ടാതെ കല്ല് വിഴുങ്ങിയ പോലെ നിൽക്കുന്നത്? കേട്ടിട്ട് എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞൂടെ? അതല്ലേ ജ്യോതി നമ്മുടെ മോള. അവളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മളെയും ബാധിക്കും. അത് നല്ലതായാലും ചീത്തയായാലും. പക്ഷേ ആ വഴിയരികിൽ നിന്ന് അവളെ പിടിച്ചുകൊണ്ട് വന്നത് മുതൽ ഇപ്പൊ വരെ ഞാൻ അവളുടെ പെരുമാറ്റത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിക്കുമായിരുന്നു. അഹങ്കാരം കാണിച്ചാൻ ആലോചിച്ചിട്ടെന്താ? അടിയും കൊടുത്ത് കൊണ്ടാക്കണം. നല്ല അച്ഛന്മാരൊക്കെ അങ്ങനെയാ ചെയ്യുന്നത്. നിന്റെ പരിഹാസത്തിനൊന്നും മറുപടി പറയാൻ തൽക്കാലം ഞാൻ ആളല്ല. അങ്ങനെ വെറുതെ ഒന്നും അവള് DK ഉപേക്ഷിച്ച് പോരില്ല. അത് എനിക്ക് നന്നായി അറിയാം. അതല്ലേ മനുഷ്യ അവള് പറഞ്ഞത്, നാട്ടുകാരുടെ മുമ്പിൽ നാണക്കേടായ കാര്യം. അതല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ കാണിക്കുന്നത് ഒരു മറവാണെന്ന്. എന്തോ ഒരു കാരണം അതിന്റെ പിന്നിലുണ്ട്. അല്പം മുമ്പ് ഞാനൊരു കാഴ്ച കണ്ടു. എന്ത് കാഴ്ച? അമ്മയുടെ മുന്നിൽ നിന്ന് കരഞ്ഞിട്ടാ അവള് പുറത്തേക്ക് പോയത്. അവള് സോറി എഴുതി വെക്കുന്നത് നിങ്ങൾ കണ്ടോ? അത് ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടത് അവൾ ആ മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നതാ.
ആ കണ്ണീരും കരച്ചിലും നെഞ്ചിൽ തട്ടിയുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി. സംഭവിച്ച കാര്യങ്ങൾ അവൾ ആ റൂമിൽ പോയി ഏറ്റുപറഞ്ഞു കാണും. എഴി, ഏറ്റു പറയുന്ന അവരവരുടെ കുറ്റമല്ലേ? നമ്മുടെ മരുമോൻ ചെയ്ത കുറ്റത്തിന് അവൾ എന്തിനാ അവളുടെ അമ്മയുടെ മുമ്പിൽ പോയി സോറി പറയുന്നത്? ഇതൊന്നുമല്ല. നിങ്ങൾ എന്ത് കുന്തമായി ആലോചിച്ച് കൂട്ടുന്നേ? ഒന്ന് തെളിച്ചു പറ മനുഷ്യ. അവളുടെ ഉള്ളില് നമ്മളീ കണ്ടതും അറിഞ്ഞതും കേട്ടതും ഒന്നും അല്ല ചെറുതെ. എന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ട്. അതിന് കാരണം അവളുടെ ഭാഗത്തുനിന്ന് എന്തോ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ തന്നെയാ. പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ദുഃഖവും സങ്കടവും ഒക്കെ കാണും. പല സ്ത്രീകളും ഭർത്താക്കന്മാരോടൊന്നും പറയുപോലുമില്ല. ഇതിപ്പോ അവള് സ്വയം സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവളുടെ ഭാഗത്ത് എന്തോ കുഴപ്പമുണ്ടെന്നാ. അതെന്താണെന്ന് നീ കണ്ടുപിടിക്കണം. ഞാനോ? പിന്നല്ലാതെ. ഇന്ന് അവള് ദേഷ്യത്തിലാണെങ്കിലും നാളെ നേരം വെളുക്കുമ്പോ അതൊക്കെ അങ്ങ് മാറും. അപ്പോ നീ അവളോട് മയത്തിൽ സംസാരിക്കണം. കാര്യം എന്താണെന്ന് അറിയണം. DKയ്ക്കും അവൾക്കും ഇടയിലെ വഴക്കിന്റെ യഥാർത്ഥ കാരണം അറിയണം. എങ്കിലേ അത് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ജ്യോതിയെ ഒരിക്കലും നമുക്ക് അമരാവതിയിലേക്ക് തിരിച്ചയക്കാൻ പറ്റില്ല. അവളുടെ ജീവിതം ഒരു ദുരന്തമായി മാറും. അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് അവളെ ഞാൻ തള്ളിവിടില്ല. അവളുടെയും DKയുടെയും ജീവിതം നമുക്ക് തിരിച്ചു കൊടുത്തേ പറ്റൂ, എങ്ങനെയെങ്കിലും. മാമ്പൂക്കൾ പൂക്ക നീഹാരം പെയ്യാരാവെന്തേ നീറുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ജ്യോതി. നീ ഇനി ആർക്കും പകരക്കാരിയല്ല. DKയുടെ ഭാര്യ. എപ്പോഴും ഏട്ടൻ്റെ കൂടെ നിൽക്കാനും ഓരോന്നൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കാനും ഏട്ടനെ മോട്ടിവേറ്റ് ചെയ്യിക്കാനും വഴക്കിടാനും ഒക്കെ ഏട്ടന് ഒരാൾ വേണം. ഏട്ടൻ്റെ ഏത് കാര്യത്തിനും ഇനി ഞാനില്ലാതെ പറ്റില്ല. മോൾ കൊണ്ടേ കൊടുക്ക. ഓ
ഏട്ടാ ഏട്ടാ